മുത്തനബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നുകൂടെ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മറാത്തിൻ ബുനിയത് ലഹു ബൈതുൻ ഫിൽ ജന്നഹ്. സ്വർഗത്തിലൊരു വീട് വെക്കുക. ഇവിടെ വീട് കിട്ടാൻ വലിയ പണിയാണ്. ആദ്യം ഭൂമി വാങ്ങണം. റിയൽ എസ്റ്റേറ്റ് പറഞ്ഞു അതിന്റെ വില എത്രയാണ്? ഇപ്പോൾ ആർക്കും എടുക്കാൻ പറ്റാത്ത വിലയായി. പിന്നെ വീട് പണി തീരുമ്പോഴേക്കും മരിക്കാറാവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. സ്വർഗത്തിലൊരു വീട് കിട്ടാൻ വളരെ എളുപ്പമാണ്. 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയെ, എന്നാ പിന്നെ ഞങ്ങൾ ഓതാൻ തീരുമാനിച്ചിട്ടോ, ഞങ്ങളെ വീടൊക്കെ സ്വർഗത്തിൽ കുറെ എണ്ണം കൂടും, ഞങ്ങൾ തീരുമാനിച്ചു നബിയെ. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമർ എന്നവരെ, അതിനൊന്നും പേടിക്കണ്ട, ചൊല്ലിക്കോളൂ, വല്ലാഹു അസീദു അക്സറു, അല്ലാഹു നിങ്ങൾ എത്ര ചൊല്ലുന്നുണ്ടോ അത്രക്ക് അല്ലാഹുവിന് തരാൻ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ ലോകം ചെറുതല്ലല്ലോ, അല്ലാഹുവിന്റെ ലോകം വലുതല്ലേ. ഏറ്റവും സ്ഥാനം കുറഞ്ഞവർക്ക് തന്നെ കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ 2 ഇരട്ടിയല്ലേ. അവിടെ വീട് വേണ്ടേ? ഒരു പറമ്പ് വാങ്ങിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ഒന്നുമില്ല, ഒരു അനുഭവമില്ല. നമ്മൾ അങ്ങനെയല്ല ഒരു അനുഭവമില്ല എന്ന് പറയില്ലേ. ഒന്നുമില്ല, തെങ്ങില്ല, കൃഷിയില്ല, ഒന്നുമില്ല, വെറുതെ കൊട്ടപ്പറമ്പായി കിടക്കുന്നു, വീടില്ല. വല്ല കാര്യമുണ്ടോ? ഒരാൾക്ക് വീടെന്നില്ല എന്ന് വിചാരിക്കും. വീടുണ്ടായിട്ട് ഒരു പറമ്പുണ്ടായി, അതിനെ പറ്റിയല്ല. ആകെയുള്ളതൊരു പറമ്പാണ്. അവിടെ വീട് വേണ്ടേ? കുറേ വീടുകൾ ഉണ്ടാവുന്ന തെങ്ങ് ചൊല്ലിയാൽ. തങ്ങൾ പറയുമായിരുന്നു, മൻ സ്വല്ലലില്ലാഹി 12 റകഅതൻ തതവ്വുഅൻ, സുന്നത്തായി 12 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു തആല ഇങ്ങനെ ഒരു വീട് പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 12 റകഅത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ വേറെയുമുണ്ട്. ഈ പറയുന്ന 12ന്റെ മുമ്പും ശേഷമൊക്കെ ആയിട്ട് വേറെയുമുണ്ട്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ ഈ 12 റകഅത്തൈനി ഖബ്ലൽ ഫജ്ർ, സുബ്ഹിന്റെ മുമ്പ് 2, വഅർബഅൻ ഖബ്ല അദ്ദുഹ്രി, ദുഹറിന്റെ മുമ്പ് 4, വറകഅത്തൈനി ബഅദഹാ, ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് 2. എത്രയായി? സുബ്ഹിന്റെ മുമ്പ് 2, ദുഹറിന്റെ മുമ്പ് 4, ദുഹറിന്റെ ശേഷം 2. എത്ര എത്തേണ്ടത്? 12. ഇപ്പൊ എത്രയായി? 8ആയി. വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ 2. വറകഅതൈനി ബഅദൽ ഇശാ, ഇശാഇന്റെ ശേഷം 2. അസറിന്റെ മുമ്പൊക്കെ സുന്നത്തുണ്ടെന്നാണ്, 2 ഉണ്ടെന്നും 4 ഉണ്ടെന്നും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഇശാഇന്റെ മുമ്പും മഗ്രിബിന്റെ മുമ്പൊക്കെ സുന്നത്തുണ്ടെന്നൊക്കെ കാണാൻ ഹദീസിൽ കാണാൻ പറ്റും. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിൽ അല്ലാഹു വീട് തരും എന്ന് പറഞ്ഞ 12 റകഅത്ത് സുന്നത്ത് ഈ പറഞ്ഞവയാണ്. സുബ്ഹിന്റെ മുമ്പ് 2, ദുഹറിന്റെ മുമ്പ് 4, ദുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. വനല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹു സ്വർഗ്ഗത്തിൽ വീട് പണിത് കൊടുക്കുമത്രേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. അമലുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നത്. ഇസ്ലാം അല്ലാഹുവിന്റെ ദീന് മഹോന്നതമാണ്, നമുക്കറിയാം. എന്നിട്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതിരുന്നവർ നാളെ എന്റെ നഷ്ടമേ എന്ന് പറഞ്ഞ് നാളെ വിലപിക്കും അത്രേ. അല്ലാഹു അത്തരം സങ്കടങ്ങൾ വരുന്ന ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി പറയാൻ പോകുന്നതാണ് സ്വർഗത്തിലെ വിഐപികൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. അതൊന്ന് സ്വലാത്ത് ചൊല്ലുന്ന ഫ്രഷായിരുന്ന് നമ്മൾ ആ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു റഹ്മാനായ റബ്ബ് നാളെ സ്വർഗ്ഗലോകത്ത് കൊടുക്കാൻ പോകുന്ന ഏറ്റവും മഹോന്നതമായ പ്രതിഫലം, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. നാളെ സ്വർഗ്ഗലോകത്ത് വരുമ്പോൾ ചില മുഖങ്ങൾക്ക് പ്രകാശമുണ്ട്, മനോഹരമായ പ്രകാശമുണ്ട്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിന്റെ തിരുനാളിലേക്ക് നോക്കി മുഖങ്ങളിൽ പ്രകാശമുള്ള ആളുകളും സ്വർഗ്ഗലോകത്തുണ്ടത്രേ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആ ഭാഗ്യം നൽകണേ തമ്പുരാനെ. സ്വർഗ്ഗലോകത്ത് ശാരീരികമായി സുഖങ്ങളുണ്ട്, ആത്മീയമായി സുഖങ്ങളുണ്ട്. കാരണം ശരീരവും ആത്മാവുമുള്ള ലോകമാണ് സ്വർഗം.
ക്രിസ്ത്യാനികളൊക്കെ പറയും ഇസ്ലാമിനെ പറ്റി, നിങ്ങൾ എന്താ അവിടെ കുടുംബമുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മദ്യമുണ്ട്, പുഴയുണ്ട്, പാലുണ്ട്, അതൊക്കെ ഉണ്ട്. ശരീരത്തോടു കൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. ശരീരമുണ്ട്, ആത്മാവുണ്ട്. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അവിടെയുണ്ട്, ആത്മാവിന്റെ ആഗ്രഹം അവിടെയുണ്ട്. ആത്മാവ് അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നതാണ്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അല്ലാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ് റൂഹ്, ആത്മാവ്. അതിന് അല്ലാഹുവിനെ കാണാൻ കൊതിയാകും. ദുനിയാവിൽ കൊതി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പാപങ്ങൾ ചെയ്യുമ്പോൾ വിറ വരുന്നത്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുമ്പോൾ പേടി വരുന്നത്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത മനസ്സ് പിടക്കുന്നത്. ആത്മാവ് ഖൽബിന്റെ ഉള്ളിൽ, അല്ലാഹു ശരീരത്തിനുള്ളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ആത്മാവ് പിടക്കുമ്പോഴാണ്. അതിന് കാണണം അല്ലാഹുവിനെ, അതിനിരിക്കണം അല്ലാഹുവിന്റെ ചാരത്ത്. ആ മഹാഭാഗ്യം സ്വർഗത്തിലെ ഇല്ലിയീൻ എന്ന് പറയുന്ന ജന്നത്തുൽ ഫിർദൗസിന്റെ ഭാഗത്താണ് അല്ലാഹു സ്വർഗത്തിൽ വരുന്ന സത്യവിശ്വാസികൾക്ക് ആ സൗഭാഗ്യം നൽകുന്നത്. അല്ലാഹു നമുക്കത് നൽകട്ടെ. ജന്നത്തുൻ നഈം എന്നൊരു സ്വർഗം അതിന്റെ ഇടക്കുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ജന്നത്തുൻ നഈമി ബൈനൽ ഫിർദൗസി വബൈന ജന്നത്തി അദ്ൻ. ജന്നത്തു അദ്നിന്റെയും ജന്നത്തുൽ ഫിർദൗസിന്റെയും ഇടയിലാണ് ജന്നാത്തുൻ നഈം. ഫീഹാ അസ്വാജും മിൻ വർദിൽ ജന്ന. സ്വർഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട സുന്ദരിമാർ അവിടെ ചില ആണുങ്ങൾക്ക് ഭാര്യമാരായി ജന്നാത്തുൻ നഈമിൽ അല്ലാഹു വേറെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണതെന്നറിയുമോ? ലിമൻ, ഒരാൾക്കാണ്. ഖാറബൽ മഅസിയ, തിന്മയോടടുത്തപ്പോൾ, തെറ്റ് ചെയ്യാൻ അടുത്തപ്പോൾ, വ്യഭിചാരത്തിന്റെ വക്കോളം എത്തിയപ്പോൾ, റാഖബല്ലാഹ്, എന്നെ അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച്, അല്ലാഹുവിനെ വിചാരിച്ച് പേടിച്ച് പിന്മാറിയ ഒരാണിന്, വ്യഭിചാരത്തിന് പിന്മാറിയ ഒരു പെണ്ണിന് സ്വർഗീയമായ ഇണകൾ അല്ലാഹു നൽകുന്ന ലോകമാണ് ജന്നത്തുൻ നഈം. അത് ഫിർദൗസിന്റെയും ജന്നത്തു അദ്നിന്റെയും ഇടയിലാണെന്ന് മഹാനായ അല്ലാമ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻ അതിനപ്പുറത്തേക്ക് കടക്കുന്നു ജന്നത്തുൽ ഫിർദൗസ്. റിവായതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹുൽ ഫിർദൗസൽ അലാ. ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തിന്റെ ഉന്നതം തരണമെന്ന് ചോദിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നാതികൽ ഉലാ. റബ്ബേ, നിന്റെ ഉന്നതമായ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടെ വെച്ച് നിന്നെ കാണാനുള്ള മഹാഭാഗ്യമെന്ന സ്വർഗ്ഗലോകത്തിന്റെ ഏറ്റവും വലിയ ആനന്ദവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ, യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വമർബിൻ മിൻ മിസാലി ഫയൻസൗന അൻ-നഈമ ഇദാ റഅൗഹു ഫയാ ഖുസ്റാന അഹ്ലൽ ഇഅ്തിസാലി. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ കാണും. ബിഗൈരി കൈഫ്, ഹൗ ഈസ് ഇറ്റ്, എങ്ങനെയാണത്? You can't explain. Unconceivable, inconceivable, നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ കാണും, എങ്ങനെ അറിയില്ല. കരീമുല്ലാഹി മൂസ നബിയാണ് സീനായിലൂടെ കടന്നു പോകുമ്പോ സീനാ മലയിൽ വെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൗത്ത് കേട്ടത്, ശബ്ദം കേട്ടത്. നമുക്കറിയാം സയ്യിദന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മഹാനവറുകളോട് അല്ലാഹു സംസാരിച്ചു എന്ന് പറയുന്ന വൃക്ഷം ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരേപോലെ വളരെ ബഹുമാനത്തോടെ കാണുന്ന 3000 വർഷം പഴക്കമുള്ള ഒരു കൊച്ചു ചെടി ഇന്നും പച്ച പിടിച്ചവിടെ നിൽക്കുന്നുണ്ടല്ലോ. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു. ആ സ്ഥലമാണ് സെന്റ് കാത്തറീൻ എന്ന് പറയുന്ന സിറ്റി. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിമധ്യേ മൂസാ നബി ചോദിച്ചു, റബ്ബി അരിനീ അൻദുർ ഇലൈക്, നിന്നെ ഒന്ന് കാണിച്ചു താ റബ്ബേ, കാണാൻ കൊതിയാവുന്നു റബ്ബേ, ഒന്ന് കാണിച്ചു തരുമോ? മൂസാ നബി ചോദിക്കുകയാണ് അല്ലാഹുവിനോട്, റബ്ബി അരിനീ, നീ തന്നെ കാണിച്ചു തരണം റബ്ബേ, ഞാൻ നോക്കിയാൽ കാണില്ല. കാരണം നിന്റെ മുമ്പിലുണ്ട് ഹുജുബുൻ, പ്രകാശത്തിന്റെ മറകൾ നിന്റെ മുമ്പിലുണ്ടല്ലോ റബ്ബേ, നിന്നെ ഒന്ന് കാണിച്ചു തരുമോ? നീ എങ്ങനെയാണ്, നിന്റെ ദാത്ത് എന്താണെന്ന് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം സുബ്ഹാനക യാ റബ്ബ്, പരിശുദ്ധനാണല്ലോ റബ്ബേ നീ. പക്ഷേ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കാനും കഴിയുന്നവനല്ലയോ നീ. അല്ലാഹുവേ, 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 നീ
റബ്ബേ തുദ്രികുൽ അബ്സാർ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണിച്ചുതാ റബ്ബേ. മൂസാ നബിയോട് അല്ലാഹുവിന്റെ മറുപടി എന്താ വന്നത്? ഉൻദുർ ഇലൽ ജബൽ, പർവതത്തിലേക്ക് നോക്കൂ മൂസാ നബിയേ. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവതം അവിടെ തന്നെ നിലനിന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസാ സ്വൈഖാ, ആ പർവതം പൊടിപൊടിയായി പോയി. സീനാ മലയുടെ തൊട്ടരികത്ത് മൺകൂനയായി മണൽക്കൂനയായി നിൽക്കുന്ന കൊച്ചു പർവ്വതമുണ്ട്. അതായിരിക്കണം ഈ പർവ്വതമെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, അവിടുത്തെ ഗവേഷകന്മാർ പറയുന്നു. മൂസാ നബിക്ക് കാണാൻ പറ്റിയില്ലല്ലോ അല്ലാഹുവിനെ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങൾ നാളെ അല്ലാഹുവിനെ കാണും. മൂസാ നബിയോട് ലൻ തറാനി എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും അത്രയേ ഉള്ളൂ, ഈ ലോകത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല. പരലോകത്ത്, ഈ ലോകത്ത് നബി അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളല്ലാതെ മറ്റാരും അല്ലാഹുവിനെ കണ്ടിട്ടുമില്ലല്ലോ. നാളെ കാണുമത്രേ. ഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ആരെങ്കിലും തോളിൽ ചാടി നിന്ന് എത്തി നോക്കാറുണ്ടോ? വല്ല പ്രയാസവുമുണ്ടോ ആകാശത്തേക്ക് നോക്കി പൂർണ്ണചന്ദ്രനെ കാണാൻ? ഇല്ല നബിയേ, ഇല്ല. എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, നിങ്ങളോട് അല്ലാഹു ഡയറക്റ്റ് സംസാരിക്കുന്ന ഒരു സമയം വരും. ഒരു പരിഭാഷകനില്ലാതെ, ഒരു ദ്വിഭാഷിയില്ലാതെ, ഒരു മുബല്ലിഗില്ലാതെ അല്ലാഹു ഡയറക്റ്റ് നിങ്ങളോട് സംസാരിക്കുന്ന അവസ്ഥ നാളെ പരലോകത്ത് വരാനുണ്ടെന്ന് സന്തോഷ വാർത്ത തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ജാബിർ, ജാബിറേ, ജാബിറേ, പേടിക്കല്ലേ ജാബിറേ, വിഷമിക്കല്ലേ. വമാ മിൻ അബ്ദിൻ, ഏതൊരു അടിമയോടും അല്ലാഹു നാളെ സംസാരിക്കും. വലഹു തർജുമാൻ, ആ മനുഷ്യനും അല്ലാഹുവിനും ഇടയിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരിക്കും. എന്നാൽ ജാബിറേ, നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു സംസാരിച്ചത് ഇടനിലക്കാരൻ ഇല്ലാതെയാണ്. ജാബിറേ, നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ദുനിയാവിലെ വഫാത്തോടുകൂടെ തന്നെ അനുഭവിച്ചു പോയ സ്വഹാബിമാർ എത്രയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ സ്വർഗവാസികളും സ്വർഗത്തിൽ കടന്ന് ആനന്ദിച്ച് സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോ കുടുംബത്തോടൊപ്പം അങ്ങോട്ട് ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജന്നാതു അദിൻ, കുടുംബക്കാര് കൂടെ ഉണ്ടാവുന്ന അല്ലാഹു പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ കൂടെ. ജന്നാതു അദിനി യദ്ഖുലൂനഹാ, സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് പോകും. ومن صلح من آبائهم وأزواجهم وذرياتهم, നന്മ ചെയ്ത വാപ്പമാർ കൂടെയുണ്ടാകും. മക്കൾ നന്നായിരുന്നു, വാപ്പ കള്ളുകുടിയനായിരുന്നു, ആ വാപ്പയല്ല. ജന്നാതു അദിനി യദ്ഖുലൂനഹാ, സ്വർഗ്ഗലോകത്തേക്ക് അവരെല്ലാം കടന്നു ചെല്ലും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, നന്മ ചെയ്ത വാപ്പമാർ, വഅസ്വാജിഹിം, നന്മ ചെയ്ത ഭാര്യമാര് കൂടെ ഉണ്ടാകും. മഗ്രിബായ സീരിയലിന് മുമ്പിലിരിക്കുന്ന ഭാര്യയല്ല. സിനിമ കഥ മുഴുവൻ അറിയാം, ഹബീബിന്റെ സ്വഹാബീനെ അറിയില്ല, വിധങ്ങളുടെ ഭാര്യമാരറിയില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അറിയില്ല. അങ്ങനത്തെ പെണ്ണുങ്ങളല്ല. അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന നന്മ ചെയ്ത പെണ്ണുങ്ങളും കൂടെയുണ്ട്. വദുർരിയാതിഹിം, മക്കളും കൂടെയുണ്ടാകും. ആരൊക്കെയാണ് പറഞ്ഞതിപ്പോ? സ്വർഗത്തിൽ അവർ കടക്കും. ആര് കൂടെയുണ്ട്? ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ആങ്ങളയുണ്ട്, പെങ്ങളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, പിന്നെ ഭാര്യയുണ്ട്. വദുർരിയാതിഹിം, നല്ല മക്കളുണ്ട്. വാപ്പ നല്ല ആബിദാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന വാപ്പയാൻ. മകന് മയക്കുമരുന്നില്ലാതെ കണ്ണു തുറക്കാൻ കഴിയില്ല. ആ മക്കളെ കുറിച്ചല്ല ഈ പറയുന്നത്. വാപ്പ നല്ല വാപ്പയാണ്, ഉമ്മ നല്ലൊരു ഉമ്മയാണ്. മക്കളെ നന്നാക്കണേ എന്ന് അല്ലാഹുവിനോട് കണ്ണുരുകി കണ്ഠമിടറി റബ്ബിനോട് പാതിരാവുകളിൽ ദുആ ചെയ്യുന്ന, മുസല്ല വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുണ്ട്. എന്നാൽ കള്ളു കുടിച്ചല്ലാതെ വീട്ടിലേക്ക് കടന്നു വരാൻ അറിയാത്ത മക്കളുണ്ട്. അല്ലാഹുമ്മ സുലിഹ്നാ വസുലിഹ് ശബാബനാ വഉമ്മതനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, യുവജനങ്ങളെ, ഈ ഉമ്മത്തിനെ നന്നാക്കി തരണേ തമ്പുരാനെ. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, സ്വർഗ്ഗത്തിലേക്ക് അവർ വരും.
വമൻ സ്വലഹ മിൻ ആബാഇഹിം വാപ്പമാരുമ്മമാര് വഅസ്വാജിഹിം ഭാര്യ ഭർത്താക്കന്മാർ വദുർരിയാതിഹിം നന്മ ചെയ്തവരായ മക്കള് നന്മ ചെയ്ത ഉമ്മ വാപ്പ നന്മ ചെയ്തവരായ ഭാര്യ ഭർത്താക്കന്മാർ ഇവരൊക്കെ കൂടെയുണ്ട് വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സ്വർഗ്ഗത്തിന്റെ എല്ലാ വാതിലിലൂടെയും വന്ന് മാലാഖമാർ വന്നിട്ട് പറയും സലാമുൻ അലൈക്കും നിങ്ങൾക്കിവിടെ സമാധാനമാണ് കേട്ടോ ഒന്നും പേടിക്കണ്ട നിങ്ങൾക്കിവിടെ സമാധാനമാണ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ ഒരുപാട് ക്ഷമിച്ചില്ലേ കുറേ ക്ഷമിച്ചില്ലേ ഒരുപാട് ക്ഷമിച്ചല്ലേ ദുനിയാവിൽ കുറേ കഷ്ടപ്പെട്ടില്ലേ ആ കഷ്ടപ്പാടെല്ലാം ക്ഷമിച്ചതിന് ഫനിഅമ ഉഖ്ബദ്ദാർ കാരുണ്യവാൻ നൽകുന്ന പ്രതിഫലം എത്ര മനോഹരമാണ് പേടിക്കണ്ട സലാമുൻ അലൈക്കും ഇവിടെ സമാധാനമാണ് മുഅ്മിനീങ്ങൾ സമാധാനത്തിൽ കഴിയാണ് ആദ്യമായി അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുന്ന വാക്കും സലാം തന്നെയല്ലോ ഇദാ ബിൽ മുനാദി യുനാദി ഫിർദൗസിലേക്ക് കടന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു വിളിക്കുന്നു സ്വർഗ്ഗവാസികൾക്ക് എല്ലാവർക്കും എല്ലാ സമയവും അല്ലാഹുവിനെ കാണാൻ കഴിയുന്നവരല്ല അല്ലാഹുവിനെ ഒരുപാട് തവണ കാണാൻ ഭാഗ്യമുള്ളവർ ഇല്ലിയീൻ എന്ന സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരാണ് അല്ലാഹുവിനെ ആഴ്ചയിൽ ഒരിക്കൽ കാണുന്നവരുണ്ട് ദിവസത്തിൽ ഒരു തവണ കാണുന്നവരുണ്ട് ഒരു ദിവസം രണ്ടു നേരം കാണാൻ ഭാഗ്യമുള്ളവരുണ്ട് ഒത്തിരി വിധങ്ങൾ പറയുകയാണ് അല്ലാഹുവിനെ കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ നോക്കില്ല കണ്ണിമ വെട്ടാതെ അല്ലാഹുവിന്റെ അല്ലാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സൗന്ദര്യമുള്ളവനാണ് കണ്ടാൽ പൂതി തീരില്ല എന്ന് വിധങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് എല്ലാ അനുഗ്രഹം മറന്നുപോകും ചായ കുടിക്കാൻ മറന്നുപോകും കുടുംബത്തിലേക്ക് പോകാൻ മറന്നുപോകും എല്ലാം മറന്നുപോകും എല്ലാം മറന്നു അല്ലാഹുവിനെ നോക്കി ഇങ്ങനെ കണ്ടിരിക്കും അപ്പോഴാണ് മാലാഖമാർ വിളിക്കുന്നത് ഇന്ന റബ്ബകും തബാറക വതആല യസ്തസീറുകും ഫഹയ്യ അലാ സിയാറതി അല്ലാഹു നിങ്ങളെ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട് നിങ്ങളെ വന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അല്ലാഹു നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വരണം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാം സ്വർഗ്ഗലോകത്ത് വിളിച്ചു പറയും അല്ലാഹുവേ ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ പാപികളും ദോഷികളും പാപങ്ങളെമ്പാടും ചെയ്തു കൂട്ടിയവരാണ് اللهم إنا عبادك الضعفاء المقصرون المذنبون اللهم تغمدنا برحمتك وفضلك يا رب العالمين اللهم اجعلنا من عتقائك من النار اللهم أدخلنا الجنة مع الأبرار അല്ലാഹു നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ വരണം വരണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കേട്ടു ഞങ്ങൾ അനുസരിച്ചു വരികയാണ് അല്ലാഹു ഞങ്ങളെ കാണണമെന്നുണ്ടോ ഞങ്ങൾ വരുന്നു എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുകയായി എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്നു അവിടുന്ന് മുബാദിരീന അപ്പോഴാണ് അവർക്ക് യാത്ര പോകാൻ മുന്തിയ തരം വാഹനങ്ങൾ റെഡിയാണ് ഇച്ചിരി ദൂരം പോവാനുണ്ട് വാഹനങ്ങൾ റെഡിയാണ് എല്ലാവരോടും കയറാൻ വേണ്ടി പറയുന്നു അങ്ങനെ മനസ്സിൽ കണ്ടു നോക്കൂ അല്ലാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നു എല്ലാവരും എഴുന്നേറ്റു പോകാം അപ്പോഴേക്കും വാഹനം റെഡിയാണ് കടന്നു പോകാൻ ആ വാഹനത്തിലേക്ക് അവർ കയറുന്നു ആ വാഹനപ്പുറത്ത് വളരെ പെട്ടെന്ന് യാത്ര തുടങ്ങുകയായി അങ്ങനെ സ്വർഗലോകത്തിന്റെ ഒരു താഴ്വരയുടെ പേരാണ് അൽവാദിൽ അഫിയഹ് അൽവാദിൽ അഫിയഹിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അവിടെയാണ് അല്ലാഹു കാണാൻ അവർക്ക് നിശ്ചയിച്ചു വെച്ച സ്ഥലം അവിടെയാണ് തആലല്ലാഹു അനിൽ മകാനി വഅനിൽ ഹയ്യിസ് ഉലുവൻ കബീറാ ഇത് അല്ലാഹുവിന്റെ ലോകമാണ് ഒരു സ്ഥാനമോ സ്ഥലമോ ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പക്ഷേ അത് അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലം അതാണ് എല്ലാവരും വന്നു ആരും വിട്ടുപോയിട്ടില്ല എല്ലാവരും ആദ്യമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ് അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര അവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി പറയും നബിതങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം കോടാനുകോടി ബില്യൺ കണക്കിന് നക്ഷത്ര ഗാലക്സികളുള്ള ഈ പ്രപഞ്ചം ഒന്നാകെ അല്ലാഹുവിന്റെ കുർസിയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണിയാണ് ഈ ലോകമെങ്കിൽ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ കുർസിയെ ആ കുർസിയും അർശും അതുപോലെയാണ്
മരുഭൂമിയിലെ ചെറിയ വട്ടക്കണ്ണി കുർസിയാണെങ്കിൽ അർശ് എന്ന് പറയുന്നത് ആ മരുഭൂമിയാണത്രേ. ഹബീബായ തങ്ങളുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയും ഗംഭീരമായ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് കുർസി. അതവിടെ الاستواء معلوم والكيف مجهول والإيمان به واجب والسؤال عنه بدعة എന്ന് മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. മുതഅല്ലിമീങ്ങളായ ആളുകൾ ഈ ഹദീസ് പഠിക്കുന്നതോടുകൂടെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ ഇസ്തിവാ നമ്മൾ ഇരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. അല്ലാഹു തആലയുടെ കുർസി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അവിടെ വന്നു ثم نصبت لهم منابر من لؤلؤ. ഇനിയാണ് നോക്കേണ്ടത്. ثم نصبت لهم منابر من لؤلؤ. അതിമനോഹരമായ മുത്തുകളാൽ മാത്രം നിർമ്മിക്കപ്പെട്ട ചില കസേരകൾ കൊണ്ടുവരും. അവിടെ കുറെ വിഐപികൾ അവിടേക്ക് ഇരിക്കാൻ നോക്കി. മുഅ്മിനീങ്ങൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തുകളുടെ കസേരകൾ വിരിച്ചു കൊടുക്കും അവിടെ ഒരു കൂട്ടർ. വമനാബിറു മിൻ നൂർ. പ്രകാശത്തിന്റെ കസേരകൾ വേറെയുണ്ട്. അടുത്ത ലെവൽ അതാണ്. അവിടെ കസേരകളിൽ നൂറിന്റെ കസേരകൾ ഇരിക്കുന്നുണ്ട്. വമനാബിറു മിൻ സബർജദ്. മനോഹരങ്ങളായ കല്ലുകൾ, വിലപിടിപ്പുള്ള കല്ലുകൾ, സബർജദ് കൊണ്ടുണ്ടാക്കിയ കസേരകൾ അടുത്ത റോയിൽ. അവിടെ കുറെ ആളുകൾ. വമനാബിറു മിൻ ദഹബിൻ. ഗ്രേഡ് കുറഞ്ഞു വരാൻ. വമനാബിറു മിൻ ദഹബിൻ. സ്വർഗീയ സ്വർണം കൊണ്ടുണ്ടാക്കിയ കസേരകളുണ്ട്. അവിടെ ഒരു വിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ അല്ലാഹുവിനെ കാണാനിരിക്കുകയായി. വമനാബിറു മിൻ ഫിദ്ദ. അല്ലാഹുവിനെ കാണാനിരിക്കുന്ന ഗാലറിയിലുള്ളത് വമനാബിറു മിൻ ഫിദ്ദത്തിൻ. വെള്ളിയുടെ മനോഹരങ്ങളായ കസേരകളാണ്. അവിടെയും കുറെ വിഐപികളായി. ഇവിടെ നിന്നായി പോകുന്നത് അള്ളാഹുവിന്റെ മുമ്പെന്ന് പോവാണ്. മനാബിറു മിൻ ലുഅ്ലു. മുത്തുകളും പ്രകാശവും മരതക കല്ലുകളും സ്വർണവും കഴിഞ്ഞ്, ഡയമണ്ട് കഴിഞ്ഞ്, സ്വർണം കഴിഞ്ഞ് വെള്ളിയിലേക്ക്, സിൽവറിലേക്ക് എത്തി നിൽക്കുകയാണ്. വജലസ അദ്നാഹും. നബി തങ്ങൾ പറയുന്നു, ആ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ. വഹാശാഹും അയ്യകൂന ഫീഹിം ദനി. അവരിൽ എങ്ങനെയാണ് സ്ഥാനം കുറഞ്ഞവരെന്ന് പറയാ? അള്ളാനെ കാണാൻ പോകുന്നവരല്ലേ, അവരെ സ്ഥാനം കുറഞ്ഞവരെന്ന് പറഞ്ഞുകൂടല്ലോ എന്ന് ഈ ഹദീസിൽ വിവരിക്കുമ്പോൾ ഉലമാ പറയും. അദ്നാഹും എന്ന് നബി തങ്ങൾ പറഞ്ഞു, അവിടെ സ്ഥാനം കുറഞ്ഞ ആളുകൾ അലാ കുസ്താനിൽ മിസ്ക്. കസ്തൂരിയുടെ മനോഹരമായ കുന്നുകളുണ്ട്. ആ കുന്നുകളിൽ ഇരിപ്പായി മുഅ്മിനീങ്ങളൊക്കെ. അവരാണ് സ്ഥാനം കുറഞ്ഞവർ. അള്ളാനെ കാണാനുള്ള ഗാലറിയാണ്. സീറ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയ കുന്നുകൾ. ആ കുന്ന് മണ്ണല്ല. നമ്മളെ കുന്നും പുറന്നോടത്ത് കുന്നുണ്ടാ, ചെറിയ കുന്നുകളൊക്കെ ഉണ്ട്. നമ്മുടെ മണ്ണിന്റെ കുന്നല്ല. ഖുസ്ബാനുൽ മിസ്ക്. കസ്തൂരിയുടെ കുന്നുകളാണ്. സുഗന്ധമാണ്. ഇരിക്കുമ്പോഴേക്കും സുഗന്ധമല്ലയോ? സ്വർഗീയ കസ്തൂരിയാണത്. ആ കുന്നിന്റെ മുകളിൽ സ്വർഗലോകത്തെ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ ബാക്കിലാണ്. മുമ്പിലുണ്ട് മുത്തുകൾ. മുമ്പിലുണ്ട് മുത്തുകളുടെ കസേരകൾ. പിന്നെയുണ്ട് പ്രകാശത്തിൻ്റെത്. പിന്നെയുണ്ട് മരതക കല്ലുകളുടേത്. പിന്നെയുണ്ട് സ്വർണത്തിൻ്റെത്. പിന്നെയുണ്ട് വെള്ളിയുടേത്. ബാക്കിൽ കുന്നുകളാണ്. ആ കുന്നുകൾ മുഴുവനും കസ്തൂരിയുടെ കുന്നുകളാണ്. അവിടെ മുഅ്മിനീങ്ങൾ മുഴുവനും ഇരിക്കുകയായി. എല്ലാവരും ഇരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കിൽ കുന്നുമ്മലിരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും. അവർ പറയും, ആ കസേരയിൽ ഇരിക്കുന്നവർ നമ്മളെക്കാളും ഉപകാരം ചെയ്തവർ, നമ്മളെക്കാളും നന്മ ചെയ്തവരല്ലോ അവര് നമ്മളെക്കാളും മെച്ചപ്പെട്ടവർ തന്നെ എന്ന് കുന്നുമേൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ പറയും. കസേരയിൽ ഇരിക്കുന്നവരുടെ ഒരു ഭാഗ്യമേ എന്ന് കുന്നിന്മേലിരിക്കുന്നവരിങ്ങനെ പറയും ചൂണ്ടിയിട്ട്. ഓ, അവർക്കൊരു ഭാഗ്യം, മാഷാ അല്ലാഹ്. നമ്മളൊന്നും അങ്ങോട്ട് എത്തിയില്ല. അവരാണ് വിഐപികൾ എന്ന് പറയുന്ന. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും ശാന്തമായിരിക്കുന്നു. ആരും അവിടെ സംസാരിക്കുന്നില്ല. നാദാ മുനാദിൻ. അല്ലാഹുവിന്റെ വിളിനാദം വരുന്നു. ഒരു മലക്ക് വിളിച്ചു പറയുന്നു, യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗവാസികളെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദൻ യുരീദു അൻ യുൻജിസകുമൂഹ്. അല്ലാഹു നിങ്ങളോടൊരു കരാർ ചെയ്തിട്ടില്ലയോ? ആ കരാർ അല്ലാഹു പൂർത്തിയാക്കാൻ പോകുന്ന നേരമാണിത്. എന്ത് കരാറ്? എന്ത് കരാറിനെ അല്ലാഹു പൂർത്തിയാക്കണം? അലം യുബയ്യിനു വുജൂഹനാ, ഞങ്ങളുടെ മുഖങ്ങൾക്ക് അല്ലാഹു പ്രകാശം തന്നില്ലേ? വയുസഖിൽ മവാസീനനാ, ഞങ്ങളുടെ നന്മയുടെ തുലാസുകൾ അല്ലാഹു കനം തൂക്കിയില്ലയോ? വയുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയില്ലയോ? വയുസഹ്സിഹ്നൻ നാർ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലാഹു കാവൽ നൽകിയല്ലോ. ഇനി എന്തിനാണ് അല്ലാഹു ഇനിയുമുണ്ടോ? ഇനിയും ഞങ്ങൾക്കുണ്ടോ? ഇത് തന്നെ പോരെ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ.
അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്താണത്. അതിവിടെ നടക്കാൻ പോവുകയാണ്. ചില മുഖങ്ങൾക്കന്ന് ശോഭയുണ്ട്, പ്രകാശമുണ്ട്. ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിലേക്ക് നോക്കുമ്പോഴാണ് ആ മുഖത്തൊരു പ്രത്യേക പ്രകാശം വരാനുണ്ട്. അല്ലാഹുവിന്റെ നൂറ് കണ്ണുമായി ബന്ധിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രകാശമുണ്ട്. അല്ലാഹുവിന്റെ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് എന്തോ തരാൻ പോകുന്നുണ്ട്. പെട്ടെന്നൊരു പ്രകാശം വരുന്നു. എല്ലാവരും മേലോട്ട് തല ഉയർത്തി. അതിശക്തമായ പ്രകാശം. കുന്നിൻ മുകളിൽ കസ്തൂരിയുടെ കുന്നിൻ പുറത്തും കസേരകളിലും 10,000 ലക്ഷക്കണക്കിന് കസേരകൾ നിരത്തിയിട്ടുണ്ട്. കോടാനുകോടി മുഅ്മിനീങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ അമ്പിയാക്കളുണ്ട്, അവരിൽ സ്വഹാബിമാരുണ്ട്, അവരിൽ ഔലിയാക്കളുണ്ട്, അവരിൽ ആലിമീങ്ങളുണ്ട്, അവരിൽ ഉമറാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോ പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രകാശം വരികയാണെന്ന് അവർ അറിയുന്നു. അല്ലാഹു വരികയാണ്. പെട്ടെന്നൊരു പ്രകാശം കാണുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് കൈ കണ്ണുയർത്തി നോക്കുന്നു. യാ ഫഇദൽ ജബ്ബാറു ഖദ് അശ്റഫ അലൈഹിം മിൻ ഫൗഖിഹിം, അല്ലാഹു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണാൻ കഴിയുന്നു. യാ അഹ്ലൽ ജന്നതി സലാമുൻ അലൈക്കും, സ്വർഗ്ഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹു ആദ്യമായി അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. അപ്പോഴേക്കും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ആ സലാമിന് സ്വർഗ്ഗവാസികൾ കൊടുക്കുന്ന മറുപടി വേറെയാണ്. അവർ കൊടുക്കുന്ന മറുപടി അല്ലാഹുമ്മ അൻതസ്സലാം ومنك السلام تباركت يا ذا الجلال والإكرام. ഒരേ ശബ്ദത്തിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ അൻതസ്സലാം ومنك السلام تباركت يا ذا الجلال والإكرام. നീയല്ലയോ റബ്ബേ സലാം, നീയല്ലയോ സമാധാനം നൽകുന്നവൻ, നിന്നിൽ നിന്നല്ലയോ റബ്ബേ രക്ഷകൾ വരാനുള്ളത്. തബാറക്ത, തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധനായ റബ്ബേ, നീയല്ലയോ എല്ലാ മഹത്വങ്ങളും അർഹിക്കുന്നത്, ഞങ്ങളൊന്നുമല്ലല്ലോ റബ്ബേ. കാരുണ്യവാൻ സലാം പറഞ്ഞിരിക്കുന്നു. ആദ്യമായി കാരുണ്യവാൻ ചോദിക്കുന്ന ചോദ്യം ഐന ഇബാദി അല്ലദീന അതാഊനി ബിൽ ഗൈബി വലം യറൗനി. എന്നെ കാണാതെ എന്റെ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചപ്പോ എന്റെ അമ്പിയാക്കന്മാരും ആലിമീങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ എന്നെ കാണാതെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ പറഞ്ഞു ജീവിച്ച, എന്നെ കാണാതെ എന്നെ അനുസരിച്ച ആളുകൾ എവിടെ? നിങ്ങൾക്ക് ഞാൻ ഇവിടെ എല്ലാം ഏറെ തരാൻ പോകുന്നു. ഇനി ഒരുപാട് ഞാൻ തരാൻ പോകുന്നുണ്ട്. അവര് പറയും റബ്ബേ ഞങ്ങൾക്കെല്ലാം വേണ്ടത് നീ തന്നത് ഞങ്ങൾക്ക് പൊരുത്തമായി റബ്ബേ, നീ ഞങ്ങളെയും പൊരുത്തപ്പെടണം. നിന്റെ റിളാ ഞങ്ങൾക്ക് വേണം റബ്ബേ, നീ ഞങ്ങളെ തൃപ്തിപ്പെടണം. അത് മതി റബ്ബേ, എനിക്ക് ഞങ്ങളോട് ദേഷ്യം വരരുത് റബ്ബേ. ഫർള് അന്നാ, നിന്റെ റിളാ വേണം റബ്ബേ, മറ്റൊന്നും വേണ്ട. സ്വർഗ്ഗവാസികൾ ഒന്നാകെ കൊടുക്കുന്ന മറുപടി അതാണ്, റബ്ബേ മതി റബ്ബേ, നീ തൃപ്തിപ്പെട്ടാൽ മതി. നിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു റബ്ബേ എത്രയോ മനുഷ്യന്മാർ വെറുത്തപ്പോഴും നിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമല് ചെയ്തത്. എത്രയോ ആളുകൾ കളിയാക്കിയപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ പണിയെടുത്തത്. എത്രയോ ആളുകൾ പിന്തിരിപ്പിക്കുമ്പോഴും അല്ലാഹുവേ നിനക്ക് വേണ്ടിയല്ലോ ഞങ്ങൾ ജീവിച്ചത്, അതുകൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണം. ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, ഞങ്ങൾക്കത് മതി. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, യാ അഹ്ലൽ ജന്നഹ്, സ്വർഗ്ഗവാസികളെ, ഞാൻ തൃപ്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ വരില്ലല്ലോ. നിങ്ങളെ ഞാൻ ഇവിടെ പാർപ്പിച്ചത് ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത് ഏറെയാണ്. ഫസ്അലൂനി, ചോദിച്ചോളൂ, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടത്. എല്ലാവരും ഗാലറികളിൽ ഇരിക്കുന്നവർ, കസേരകളിൽ കോടാനുകോടി മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സ്.
ആയിരക്കണക്കിന് കുന്നിന്റെ കസ്തൂരിയുടെ കുന്നുകളിൽ ലക്ഷക്കണക്കിനല്ല കോടാനുകോടി മുഅ്മിനീങ്ങൾ ആ കുന്നുകളിൽ കാഴ്ച കാണാനിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു ഇറങ്ങി വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ നൂറാണ് വന്നിരിക്കുന്നത്. റബ്ബിന്റെ സംസാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുമുഖം ഇപ്പോഴും കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നു, ചോദിച്ചോളൂ, ഫസ്അലൂനി, ചോദിച്ചോളൂ എന്ന് പറയുമ്പോ സ്വർഗവാസികൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്. അരിനാ വജ്ഹക നൻദുർ ഇലൈക്, നിന്റെ പരിശുദ്ധമായ മുഖം ഒന്ന് കാണിച്ചു തരുമോ? ഞങ്ങളൊന്ന് നോക്കട്ടെ റബ്ബേ. അരിനാ വജ്ഹക നൻദുർ ഇലൈക്, കൊതിച്ചതായിരുന്നു റബ്ബേ. നിന്റെ പരിശുദ്ധമായ മുഖം സുന്ദരമാണെന്നറിയാം റബ്ബേ. നീയല്ലയോ ലോകം പടച്ചത്. നിന്നെയൊന്ന് കാണിച്ചു തരുമോ? നിന്നെയൊന്ന് കാണിച്ചു തരുമോ? അതാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്. ഇനിയും തരാമെന്ന് നീ ഞങ്ങളോട് വാക്ക് തന്നെങ്കിൽ ചോദിക്കാനുള്ള ഒരേ ഒരു അപേക്ഷ അതാണ് റബ്ബേ. അരിനാ വജ്ഹക നൻദുർ ഇലൈക്, നിന്നെ ഒന്ന് കാണിച്ചുതാ, നിന്റെ മുഖത്തിന്റെ ആവരണം ഒന്ന് നീക്കിത്താ, ഞങ്ങൾ ആ മുഖത്തേക്കൊന്ന് നോക്കട്ടെ റബ്ബേ. സത്യവിശ്വാസികളെല്ലാവരും ഒരേ ശബ്ദത്തിൽ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നു. ഫയക്ഷിഫു ലഹുർ റബ്ബു ജല്ല ജലാലുഹു അൻഹുൽ ഹുജുബ്, അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാനുകോടി മറകൾ അല്ലാഹു നീക്കുകയായി. മറകൾ ഓരോന്നോരോന്ന് നീക്കുകയും അല്ലാഹു മെല്ലെ മെല്ലെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഓരോരോ മറകൾ നീങ്ങുകയായി, പ്രകാശത്തിന്റെ ഹിജാബുകൾ നീങ്ങുകയായി. ഫയഗ്ശാഹും മിൻ നൂരിഹി, അല്ലാഹുവിന്റെ പ്രകാശം അവരെ മുഴുവനും പൊതിയുകയായി. ലൗലാ അന്നല്ലാഹ ഖളാ അല്ലാ യഹ്തരിഖൂ ലഹ്തറഖൂ, അവര് കരിഞ്ഞു പോവരുത് എന്ന അല്ലാഹുവിന് തീരുമാനമുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ ധാരയിൽ അവർ കരിഞ്ഞു പോയേനെ. ആ പരിശുദ്ധമായ പ്രകാശധാരയിൽ അവര് മുങ്ങുകയും തിരുമുഖം അവർ കാണുകയും ചെയ്യും. കണ്ണുമ്മ വട്ടാതെ നോക്കി നിൽക്കും. അല്ലാഹുവേ മതി വരുന്നില്ല റബ്ബേ, അല്ലാഹുവേ മതി വരുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് തിരുദാത്തിലേക്ക് അവർ നോക്കി നിൽക്കുന്ന റബ്ബ ആ സമയമാണത്. ولا يبقى في ذلك المجلس أحد إلا حاضره ربه تبارك وتعالى. അവിടെ വന്ന കോടാനുകോടി മനുഷ്യരിൽ ഓരോരുത്തരോടും വെവ്വേറെ വെവ്വേറെ അല്ലാഹു അന്ന് സംസാരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബിയേ, അല്ലാഹു അങ്ങേക്ക് നിശ്ചയിച്ച സമയം ഇവിടെ അവസാനിച്ചു. അങ്ങ് അല്ലാഹുവിന്റെ അരികത്തേക്ക് പോരുന്നോ നബിയേ? ലോകാവസാനം വരെ ഈ ലോകത്ത് തന്നെ മദീനയിലോ അങ്ങ് ഇഷ്ടപ്പെടുന്നിടത്തോ പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലാഹു നിങ്ങളെ ഇവിടെ നിർത്തിത്തരാം, അങ്ങ് വരുന്നോ അല്ല ഇവിടെ നിൽക്കുന്നോ എന്ന് മുഖറബുൽ അംലാഖ് ഹബീബിന്റെ കൂട്ടുകാരൻ ജിബ്രീലു അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് വഫാത്തിന്റെ നേരത്ത് വന്ന് ചോദിച്ചപ്പോൾ ഈ റബ്ബിനെ കാണാനാ ഹബീബ് പറഞ്ഞത്, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ. അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം, നിന്നെ വേണം റബ്ബേ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. اللهم وفقنا له ربي اللهم ارزقنا لذة النظر إلى وجهك يا الله. നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. الحمدلله حمدا يوافي نعمه يكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد الصادق المصدوق الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم. الله ഞങ്ങളുടെ ഹബീബായ നബി തങ്ങളിലേക്ക്